ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ വീട്ടിലെത്തിയ വർഷയാണെങ്കിൽ വർഷ ഇന്ന് കണ്ട കുഞ്ഞിൻ്റെ കാര്യവും അതുപോലെ കുഞ്ഞിനെ പൂട്ടിയിട്ടേക്കുന്ന കാര്യവും കുഞ്ഞ് ദാഹിച്ച് വെള്ളം ചോദിച്ചതും അതുപോലെ വെള്ളം കൊടുത്ത കാര്യമെല്ലാം അഞ്ജുവിനോട് പറയുന്നുണ്ട്. അഞ്ജു അന്നേരം പറയുന്നുണ്ട് അവർ വല്ല തിരക്കുള്ളവരായിരിക്കും, അവർ ജോലിക്ക് പോയതായിരിക്കും, വികൃതിയുള്ള കുഞ്ഞായതുകൊണ്ടായിരിക്കും പൂട്ടിയിട്ടത്. താൻ ഓവറായിട്ട് സെൻറ്റിമെൻറ്റ്സ് ഒന്നും ആവണ്ട, തൻ്റെ സിസ്റ്ററിൻ്റെ പേരായതുകൊണ്ടാണ് തനിക്ക് ഇങ്ങനെ തോന്നുന്നത്. ചുമ്മാതെ അത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കരുതെന്നൊക്കെ അഞ്ജു പറഞ്ഞ് വർഷയെ മനസ്സിലാക്കുന്നുണ്ട്. ആ സമയം അഭിരാമിയാണെങ്കിൽ വക്കീൽ ഓഫീസിൽ നിന്ന് വന്നതിന് ശേഷം വളരെ വിഷമത്തിലിരിക്കുന്നുണ്ട്. എല്ലാവരും വിചാരിച്ചത് ശ്രീനാഥിനെ കണ്ടു കാണും. ശ്രീനാഥാണെന്ന് കരുതിയിട്ടല്ല, അഭിരാമിയുടെ ലവറിനെ കണ്ടു കാണും. അയാൾ മിക്കവാറും വേറെ കല്യാണം കഴിച്ച ആളായിരിക്കും. അതറിഞ്ഞപ്പോഴുള്ള വിഷമമായിരിക്കും അഭിരാമിക്കെന്നാണ് എല്ലാവരും കരുതുന്നത്. അഭിരാമിക്കാണെങ്കിൽ വർഷയോടെ ശ്രീനാഥിനെ കണ്ട കാര്യം പറയണോ പറയണ്ടേന്നറിയാതെ ആകെ കൺഫ്യൂഷനായിട്ടിരിക്കുകയാണ്. പിന്നീട് അഭിരാമി തീരുമാനിക്കുന്നുണ്ട്, വിവേകും വർഷയും കൂടി ഉള്ള അടുപ്പം കാണുമ്പം അവർ എന്നെ ഒന്നിച്ച് ജീവിക്കട്ടെ, എന്തായാലും ഇക്കാര്യം മറച്ചു വെക്കണമെന്ന് അഭിരാമി തീരുമാനിക്കുന്നുണ്ട്. എന്നാലും ശ്രീനാഥിനെക്കുറിച്ചുള്ള ഓർമ്മകൾ വർഷയുടെ മനസ്സിലുണ്ടോ, വർഷയ്ക്ക് എങ്ങനെയാണ് ശ്രീനാഥ് എന്നറിയാൻ വേണ്ടി വർഷയോട് ഓരോന്നും ചോദിക്കുന്നുണ്ട്. ആ സമയത്തൊക്കെ വർഷയുടെ മുഖം മാറുന്നത് അഭിരാമി ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അഭിരാമി ചിന്തിക്കുന്നുണ്ട്, എത്രയും പെട്ടെന്ന് വർഷയുടെയും വിവേകിൻ്റെയും വിവാഹം നടക്കണം, വിവാഹം വരെ എങ്ങനെയെങ്കിലും ശ്രീനാഥിനെ മറച്ചു വെക്കണമെന്ന് അഭിരാമി ചിന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശ്രീനാഥിൻ്റെ കേസ് ഏറ്റെടുത്തെങ്കിലും ശ്രീനാഥിൻ്റെ പേര് മാറ്റി വേറെ ഏതെങ്കിലും പേര് സേവ് ചെയ്യണം, അല്ലെങ്കിൽ വർഷ കണ്ടുപിടിക്കുമെന്ന് അഭിരാമിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ എത്രയും പെട്ടെന്ന് വർഷയുടെയും വിവേകിൻ്റെയും വിവാഹം നടക്കാനായിട്ട് അഭിരാമി ഊർജിതമായിട്ട് ഇറങ്ങുന്നുണ്ട്. ഈ കാര്യം അഭിരാമി വീട്ടിൽ ആരോടും തന്നെ പറയുന്നില്ല. അങ്ങനെ അന്ന് രാത്രിയിലാണെങ്കിൽ വിവേക് വന്നിട്ട് വർഷയോടൊന്ന് കറങ്ങാൻ പോകണമെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം വർഷ ഒന്ന് മടിച്ചു നിന്ന സമയത്ത് അഭിരാമി വർഷയെ തള്ളി വിട്ടിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ പോയി എൻജോയ് ചെയ്യ്, നിങ്ങൾ വിവാഹിതരാവാൻ പോകുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞ് അഭിരാമി പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അഭിരാമി വർഷയോടായിട്ട് പറയുന്നുണ്ട്, എന്നെങ്കിലും ഒരിക്കൽ പ്രത്യക്ഷപ്പെടുമെന്ന് താൻ വിചാരിച്ചിരിക്കുന്ന ശ്രീനാഥെന്ന് വന്നാൽ പോലും നിങ്ങളെ പിരിക്കാൻ പറ്റില്ലെന്ന് പറയുന്നുണ്ട്. ആ സമയം വർഷ വല്ലാണ്ട് ഫീലാവുന്നുണ്ട്. വർഷ എന്നിട്ട് അഭിരാമിയോട് പറയുന്നുണ്ട്, ശ്രീയേട്ടനെ എനിക്ക് വളരെയധികം ഇഷ്ടമാണെന്ന് അഭിരാമിയോട് പറയുന്ന സമയത്താണെങ്കിൽ അഭിരാമി വല്ലാണ്ട് ഷോക്കാവുന്നുണ്ട്. ഇനി ഈ ശ്രീനാഥിനെങ്ങാനും നേരി കണ്ടു കഴിഞ്ഞാൽ വർഷ വിവേകിൽ നിന്നകന്ന് ശ്രീനാഥിൻ്റെ കൂടെ പോകുമോ ഇല്ലയോ എന്നുള്ള ഭയം അഭിരാമിക്കുണ്ട് താനും. ഇനി എങ്ങനെയൊക്കെ ആയി തീരുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ.